എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഷെഫല്ല, അത് ആദ്യം പറയാം. ഞാൻ എങ്ങനെയാണോ കഴിക്കുന്നത് അത് കാണിക്കുകയാണ്. അത് താല്പര്യമുള്ളവർക്ക് അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇന്ന് സാൽമൺ ഫിഷിൻ്റെ ഒരു ഫില്ലറ്റ്. അത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാം. ഇന്ന് ആർക്കും സമയമില്ലാത്ത കാലമല്ലേ. അപ്പം നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് എയർ ഫ്രയറിൽ നമ്മുടെ രീതിയിൽ വെന്ത് വരും. 15 മിനിറ്റും വേണ്ട. യഥാർത്ഥത്തിൽ ഈ സാൽമൺ എന്ന് പറയുന്നത് അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാമെന്നുള്ള ഒരു ഫിഷാണ്. ഈ സുഷിയിലൊക്കെ സുഷി ഫുഡുണ്ടല്ലോ, ജപ്പാനീസിൻ്റെ സുഷിയിലൊക്കെ ഇത് അങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ സ്ലൈസായിട്ട് വയ്ക്കും. നാരങ്ങ നീരും മറ്റ് കുറച്ച് അവരുടെ സോസും ഒക്കെ ഒഴിച്ച് അങ്ങനെ ചോറും ഇവരൊക്കെ കൂടെ വെച്ച് അങ്ങനെ തരുന്നതാണ് സുഷി. ഇത് പച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഫിഷാണ്. പിന്നെ നമുക്കത് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 15 മിനിറ്റ് കുക്ക് ചെയ്യുന്നത്. 15 മിനിറ്റ് തന്നെ വേണ്ട, ഒരു 10 മിനിറ്റ് മതിയാവും. പിന്നെ നമുക്കത് പറ്റില്ലല്ലോ. നമുക്ക് ഒരല്പം കൂടുതൽ നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരല്പം കണ്ടാൽ അത് കുക്ക്ഡ് ആണെന്ന് എനിക്ക് തോന്നണം, എന്നാലേ നമുക്കൊരു ഇത് വരുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശരി, പിന്നെ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കഷ്ണം സാൽമൺ എങ്ങനെ നമുക്ക് എന്താ പറയുക എയർ ഫ്രയറിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം എന്നത് നോക്കാം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം സാൽമണ്, പിന്നെ മഞ്ഞൾ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്ക് തന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, ഇത്രയും മാത്രമേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. വേറെ കൂടുതൽ മസാലയൊന്നും നമ്മൾ ചേർത്ത് എന്താ പറയുക മാരിനേറ്റ് ചെയ്തിട്ട് പിന്നെ കാണിക്കാം. ഞാനിപ്പോൾ ഈ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് ഇതിനകത്ത് എന്താ പറയുക ചിലർ ഓയിൽ ഒഴിക്കാം. പക്ഷേ ഇതിപ്പോൾ ഓയിലൊന്നും ഇടാതെ തന്നെ ഞാൻ നാരങ്ങ നീരിൽ ഇതിനെ ഒന്ന് കുഴച്ചിട്ടേ ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തൊരു ഒരു 15-20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. കൂടുതൽ മസാലയൊന്നും പുരട്ടത് ഇരിക്കുക എന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഇന്ത്യൻസ് ആവുക, നമ്മൾ കേരളീയരും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ശീലിച്ചു പോയതുകൊണ്ട് പുരട്ടുന്നതെന്നുള്ളേ ഉള്ളൂ. പിള്ളേരാണെങ്കിൽ വെറും ഉപ്പും മാത്രം, മഞ്ഞളിടില്ല, ഉപ്പ് മാത്രം ഇട്ട് അവർ ഓവനിൽ വെച്ച് എടുക്കും. കഴിഞ്ഞു. ഇനി ഇവനെ ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിനൊക്കെ ചെയ്യാം. ഏത് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് നല്ല രീതിയിലാവട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എയർ ഫ്രയറിൽ വയ്ക്കാം. അപ്പം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച എന്താ പറയുക സാൽമൺ എടുക്കുകയാണ്. എടുത്തിട്ട് ഇനിയിപ്പം എയർ ഫ്രയറിലോട്ട് ഈ പേപ്പർ ആമസോണിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എല്ലാവർക്കും അറിയാം, നാട്ടിലുണ്ട് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ. പേപ്പർ ഇതിലോട്ട് എടുത്ത് വെച്ചു. പിന്നെന്താ പറയുക ഇതിൻ്റെ പിടിച്ച് അതിലോട്ട് പിന്നെ മസാല കൂടെ ഇതിനകത്ത് ബാക്കി ഉണ്ടായിരുന്ന അതിൻ്റെ നീരും കൂടെ, നാരങ്ങ നീരാണ് കൂടുതൽ. ഈ എണ്ണ എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് ഒരല്പം പോലും ചേർത്തിട്ടില്ല. വേറെ മസാലകളൊന്നുമില്ല. മഞ്ഞളും ഉപ്പ്, ആകപ്പാടെ ശരീരത്തിന് ദോഷം എന്ന് പറയാൻ വേണ്ടി ഉപ്പ് മാത്രമേ ഉള്ളൂ. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ കുരുമുളക്, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് ചേർത്തിട്ട് ഇനി എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇതിൻ്റെ ടൈം ഇത് 180 ഡിഗ്രി ടെമ്പറേച്ചർ, 20 മിനിറ്റ്സ് ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു 15 to 16 മിനിറ്റ്സ് മതി. പിന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ജോലി നോക്കാം. ഇനി ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ കാണിക്കാം. ഓക്കെ, ഇനി ഒരു 18 മിനിറ്റ് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്, ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആയിട്ടുണ്ട്. പിന്നെ 6 മിനിറ്റ് കൂടെ ഉണ്ട്. 6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആക്കാം. ഓക്കെ, അതിന് ശേഷം കാണാം. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഇത് എന്താ പറയുക കുറച്ച് ടൊമാറ്റോയും നമ്മുടെ കുറച്ച് സവാളയും ക്യാരറ്റും കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചു. പിന്നെ എന്താ പറയുക ഇതിൽ മല്ലിയില കൂടെ വയ്ക്കണം. മല്ലിയിലോട്ട് ഇട്ട് ആണ് ഒരു മീലാണിത്. ഇത് തന്നെയാണ് ഒരു മീൽ. അല്ലാതെ ഓക്കെ, നമ്മുടെ സമയം
കഴിഞ്ഞ് നമുക്ക് ഓട്ടോമാറ്റിക് ഓഫായി. നല്ല എടുത്ത് ഇതോട്ട് വെച്ചു. ഇനി എന്താ, ഇനി അവനെ ഒന്ന് ഇതിലോട്ട് വയ്ക്കാം. പിന്നെന്താ, ഈ മല്ലിയില കുറച്ചൊന്ന് ഇടാം. പിന്നെ നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എന്താ അതൊന്ന് കഴിച്ചുകൂടെ കാണിക്കണം എന്ന്. ഇപ്പം ഞാൻ ഒരാളാണ് വീഡിയോ എടുക്കുന്നതും എന്താ പറയുക ഈ കുക്കിങ്ങും എല്ലാം കൂടെ. അപ്പം കഴിക്കാനെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇപ്പം ക്യാരറ്റും ഒരു പീസും കൂടെ എടുത്ത് ഞാൻ കഴിക്കുന്ന കാണിക്കാൻ പറ്റില്ല. അടിപൊളി. ഇതിപ്പം ഞാൻ തന്നെ കുക്ക് ചെയ്ത് ഞാൻ തന്നെ അടിപൊളി എന്ന് പറയുമ്പോഴത്തേക്കും അതിലെന്തോ ഒരു പന്തിയിടും. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്ത് ഇതൊരു മീല്, നമുക്കൊരു നേരത്തെ ഫുഡ് ഇത് മതി. അല്ല കുറേ നമ്മൾ ചോറും കുറേ കറികളുണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ എന്താ പറയുക കടുക് വറുത്ത് ഒഴിക്കും. അതിൽ കുറേ എണ്ണയാണ് കോരി ഒഴിക്കുന്നത്. നല്ല കറി ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ അത് കേടല്ലേ, അത്രയും എണ്ണ ഇവിടെ എഴുതുന്ന പോവുമല്ലേ. അപ്പം ഇതിൽ ഒരു അല്പം പോലും എണ്ണയില്ല. ആകപ്പാടെ ദോഷമെന്ന് പറഞ്ഞാൽ ഉപ്പ് മാത്രമേ ഉള്ളൂ. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി നമ്മൾ. പിന്നെ എന്താ, നാരങ്ങ നീരൊഴിക്കുമ്പോൾ ഉപ്പ് ബാലൻസ് ആവും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഇതിപ്പോൾ ഈ സാൽമൺ ഫിഷ് തന്നെ വേണമെന്നില്ല, നമുക്ക് ട്യൂണയിൽ ചെയ്യാം. ട്യൂണ ബെസ്റ്റാണ്. പിന്നെന്താ പറയുക, നെയ്മീനിൽ ചെയ്യാം. പിന്നെ കുറച്ച് ഫ്ലഷുള്ള ഏത് മീനിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കാര്യം നാട്ടിൽ സാൽമൺ കിട്ടുമായിരിക്കും, അറിയില്ല. ഇപ്പോൾ ലുലുവിൽ കിട്ടുമായിരിക്കും. സാൽമണ്ണാണ് സാധാരണ ഞങ്ങളിവിടെ ചെയ്യുന്ന. ട്യൂണയിലും ചെയ്യും. പിന്നെ ഫ്ലഷുള്ള എല്ലാ മീനിലും ഇത് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ.